നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന അനിശ്ചിതത്വമുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി അവിടെ പുതിയ നിയമസഭാ അംഗത്തിന് കാലാവധി ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയേക്കാം. നേരത്തെ കുട്ടനാടും അതുപോലെ ചവറയിലുമൊക്കെ ചെയ്തതുപോലെ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകാം. മണ്ഡലത്തിൽ ഒഴിവിട്ടുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് പോകാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെ ആശ്വാസം അതായിരുന്നിരിക്കാം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു മത്സരമോ വരുന്നത് രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല. അവിടെ പരാജയമുണ്ടായാൽ അത് ഏത് മുന്നണിക്കായാലും വലിയ ആത്മവിശ്വാസ കുറവുണ്ടാക്കും. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിജയിക്കേണ്ടത് അവരുടെ അഭിമാന പ്രശ്നമാണ്. 2 തവണ ഇടതുമുന്നണി ജയിച്ച മണ്ഡലമാണ്. PV അൻവർ എന്ന ആ ഇടതുമുന്നണി MLA UDF-ലേക്ക് അല്ലെങ്കിൽ UDF-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ആ മണ്ഡലം വിട്ടുകൊടുത്താറുന്നത് ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM PV അൻവറിനോട് സമ്മതിക്കുന്ന പരാജയമായി മാറുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം CPM-ന് ചിന്തിക്കാൻ കഴിയില്ല. മറിച്ച് UDF-നാകട്ടെ PV അൻവർ എന്ന ഇടത് MLA തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇനി തങ്ങളുടെ മുൻ ശക്തി കേന്ദ്രം കൈവിട്ടു പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് അവരുടെ ആത്മവിശ്വാസം വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ 2 മുന്നണികൾക്കും അതിനിർണായകമായ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ഉണ്ടാകാതെ പോലും പക്ഷേ 2 പേർക്കും അതൊരു തരത്തിൻ്റെ ആശ്വാസമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടാൻ പോകുന്നു. ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യും. അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിലാണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ചൂട്, കടുത്ത മഴക്കാലത്ത് കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് യാഥാർത്ഥ്യമാകുന്നു. ആര്യ, തീർച്ചയായും VV അരുണാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ജൂൺ 23-ന് ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ്. ജൂൺ 19-നാണ് വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 19-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 23-ന് വോട്ടെണ്ണൽ നടക്കും എന്ന തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന്. ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുജറാത്ത്, കേരളം, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തയ്യാറെടുപ്പുകൾ അടക്കം വളരെ കാര്യക്ഷമമായി മുന്നോട്ടു പോകുമ്പോൾ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകസ്മികമായി പഹൽഗാം ഭീകരാക്രമണം വന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരുന്നില്ല. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 19-നാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. അഭിമാന പോരാട്ടമാണ് LDF-നും അതേസമയം തന്നെ UDF-നും. ഇത് ഈ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെയും ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചൂടേറിയ ചർച്ചകൾ നടന്നതാണ്. ഒരിക്കൽ കൂടി നമ്മൾ അതിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 മുന്നണികൾക്ക് ഏറ്റവും അഭിമാന പ്രശ്നം. BJP-ക്കാകട്ടെ NDA മുന്നണിക്കാകട്ടെ അത് സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി അവർ കാണുമെന്ന് ഉറപ്പാണ്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വന്നാൽ UDF ക്യാമ്പിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. അവിടെ ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു. ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ തട്ടകമായിരുന്നു നിലമ്പൂർ. അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്വാഭാവികമായും തനിക്ക് ആ മണ്ഡലം കിട്ടണമെന്ന ആഗ്രഹമുള്ളയാളാണ്. അവിടെ തനിക്ക് അതിന് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് നിലമ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ആ സീറ്റിന് വേണ്ടി വളരെയധികം മോഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ UDF കോൺഗ്രസ് അത്ര എളുപ്പത്തിൽ അത് ആര്യാടൻ ഷൗക്കത്ത് നൽകുമോ? അവിടെ VS ജോയി എന്ന മലപ്പുറം DCC അധ്യക്ഷൻ ജോയി അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ്. PV അൻവറിന്റെ പിന്തുണ ജോയിക്കുണ്ട്. ജോയിയോ ഷൗക്കത്തോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അദ്ദേഹം ഒരു സമവായത്തിലൂടെ ഒരുപക്ഷെ ജോയിലേക്ക് തന്നെ അവസാനം എത്തിയേക്കാം. വലിയ ചർച്ചകൾ, വലിയ തർക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായതാണ്. കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഏറ്റവും വലിയ അവകാശവാദം കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അല്ല. കോൺഗ്രസ് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ മിനിറ്റിൽ, ആ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ മാത്രം ശക്തമാണ് UDF-ന്റെ കോൺഗ്രസിന്റെ സംവിധാനം. അത്രയധികം
ഐക്യം അവിടെ ഉണ്ട് എന്ന അവകാശവാദമാണ് വി ഡി സതീശനും നേരത്തെ കെ സുധാകരനും ഒക്കെ ഉയർത്തിയിരുന്നത്. അതിന് തെളിവായി ചൂണ്ടിക്കാട്ടി തൃക്കാക്കര, പുതുപ്പള്ളി, അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളാണ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളാണ്. അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന അല്ലെങ്കിൽ പ്രഖ്യാപനം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ വെല്ലുവിളി ഇപ്പോഴും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം. അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് അകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്, അത് ഷൗക്കത്താണോ അല്ലെങ്കിൽ ജോയി ആണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. പക്ഷേ CPM-ന് ഇടതുമുന്നണിക്ക് അത്ര എളുപ്പമാകുമോ എന്ന കാര്യത്തിൽ കണ്ടറിയണം. ആരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞ ശേഷം മാത്രം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നാൽ മതി. സ്വതന്ത്രന്റെ സാധ്യതകൾ അവിടെ CPM പരിശോധിക്കുമെന്ന് മാത്രമല്ല അരുൺ, ആദ്യ ഘട്ടത്തിൽ ആ ഘട്ടത്തിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് LDF കാത്തിരിക്കുന്നത് UDF വിട്ടുവരുന്ന ഒരു വ്യക്തിയാണ് എന്ന തരത്തിലൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെയും ആ ഘട്ടത്തിൽ ചർച്ചയായിരുന്നില്ലേ? തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്തുമായും ഒക്കെ നേരിട്ട് ആ പേര് തന്നെ പറയാം. ആര്യാടൻ ഷൗക്കത്തുമായും ഒക്കെ പലതവണ ചർച്ചകൾ CPM-ന്റെ പല നേതാക്കൾ നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ പുരോഗതി എന്തെന്നുള്ളത് പിന്നീട് വ്യക്തമായതില്ല. പക്ഷേ ഷൗക്കത്തിനെ ഒപ്പം നിർത്താനാകുമെന്ന് തന്നെയാണ്, സീറ്റ് നൽകിയില്ലെങ്കിൽ പോലും ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. ഷൗക്കത്തോ അല്ലെങ്കിൽ ആരായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്ന് കണ്ട ശേഷം അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയ ശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിലയിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നേരത്തെ CPM നേതൃത്വം രഹസ്യമായും പരോക്ഷമായും ഒക്കെ വ്യക്തമാക്കിയിരുന്നതാണ്. അവർ കാത്തിരിക്കുകയാണ് ആരാണ് UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും, അതിനനുസരിച്ച് മാത്രം സ്ഥാനാർത്ഥി മതി എന്ന തീരുമാനമാണ് CPM-നുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കുറച്ച് ദിവസങ്ങൾ കൂടി നീണ്ടേക്കാം. ഈ അടുത്ത ആഴ്ച 7-ാം തീയതി 8-ാം തീയതിയൊക്കെ CPM-ന്റെ സംസ്ഥാന സമിതി യോഗം ചേരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായ ഒരു സ്ഥാനാർത്ഥി അവർക്ക് തീരുമാനിച്ചേ മതിയാകൂ. ഈ ഷെഡ്യൂൾ അനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ CPM അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകും. അപ്പോൾ അവർ കാത്തിരിക്കുന്നത് UDF ക്യാമ്പ് എങ്ങനെയാണ്, എപ്പോഴാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. വി ഡി സതീശന്റെ വലിയ ആത്മവിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അത്രയധികം ഐക്യവും ശക്തിയും കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ മണിക്കൂറുകൾക്ക് നമുക്ക് ആ കോൺഗ്രസ് സ്ഥാനാർത്ഥി അറിയാം. കോൺഗ്രസിന് പ്രചരണ രംഗത്തേക്ക് വളരെ വേഗം മുന്നിട്ടിറങ്ങാൻ കഴിയുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഈ സ്ഥാനാർത്ഥി അങ്ങനെ പ്രഖ്യാപിച്ചാൽ അത് ഏകപക്ഷീയമാണെങ്കിൽ അത് വലിയ പൊട്ടിത്തെറിയും കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അത് ജോയി വന്നാലും അല്ലെങ്കിൽ അപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് വന്നാലും PV അൻവർ നിലപാട് നിർണായകമാണ്. അൻവർ ഏത് പാർട്ടിയാണ്, ഏത് മുന്നണിയാണെന്ന കാര്യത്തിലൊക്കെ വലിയ അനിശ്ചിതത്വം എപ്പോഴുമുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അൻവർ വിടുമെന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് UDF സഹകരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവർ പറഞ്ഞിരുന്നു. പുറത്ത് സഹകരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമെന്ന തരത്തിലുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ഈ വരും മണിക്കൂറുകൾ തന്നെ ഒരു വ്യക്തത വന്നേക്കാം. ഏതായാലും ഏറ്റവും വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് നിലമ്പൂർ കളമൊരുങ്ങുന്നത്. കാരണം അത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടത് വലത് മുന്നണികൾക്ക് അഭിമാന പോരാട്ടമാണ്. അതിനപ്പുറം ആത്മവിശ്വാസം നിലനിർത്താനുള്ള അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. UDF-നാകട്ടെ ദീർഘനാൾ ഭരണത്തിൽ അകന്നു നിൽക്കുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ അവർക്ക് വലിയ വിജയം ഈ കാലങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ചേലക്കര മാത്രമാണ് അതിനൊരു അപവാദമായത്. അതുകൊണ്ട് തന്നെ UDF-ന് ഇത് വിജയിച്ചേ മതിയാകൂ. മാസങ്ങൾക്കപ്പുറം ജൂണിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ നവംബറിലോ ഡിസംബറിലോ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുകയാണ്. അതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയം വളരെ നിർണായകമാണ് UDF-നും ഇടതുമുന്നണിക്കും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചുള്ള കൈമൈ മറന്നുള്ള പോരാട്ടമാകും നിലമ്പൂരിൽ ഇരു മുന്നണികളും കാഴ്ചവെക്കാൻ പോകുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുമ്പ് വരെ നമ്മൾ ഏറെ ആകാംക്ഷയോടെ ഓരോ ദിവസവും ഓരോ നീക്കങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത്രത്തോളം സജീവമായ ചർച്ചയിലായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി നിന്ന് രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കൊഴുത്തു നിന്ന ഘട്ടത്തിലാണ് ഈ ഒരു ആക്രമണ പശ്ചാത്തലത്തിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഡിക്ലെയർ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ ഒടുവിൽ ഇതാ ഡേറ്റ്